FCRA വിഷയത്തിൽ ബിഷപ്പുമാരെ രൂക്ഷമായി വിമർശിച്ച് പൂഞ്ഞാറിലെ BJP സ്ഥാനാർത്ഥി PC ജോർജ്. BJP ഉള്ളതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്നും മറക്കേണ്ടെന്നും PC ജോർജ് പൂഞ്ഞാറിൽ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എത്രമാര് വരുന്നിടത്തിൽ വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. കോൺഗ്രസ് എങ്ങനെ പിന്നെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പം പിതാക്കന്മാരെല്ലാം ഇവിടെ കോൺഗ്രസിന് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറേ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. രാഷ്ട്രീയം BJP എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഹാലിളകുന്നത്. എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാഞ്ഞിട്ടാണ് എൻ്റെ അഭിപ്രായം. നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. പുതിയ നിയമ ഭേദഗതി ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് PC ജോർജ്. ആശങ്ക ആർക്കും ആവശ്യമില്ല. കേരളത്തിൽ ഈ ക്രിസ്ത്യാനി നമ്മൾ ഇവിടെ കിടന്ന് ചാടുന്നവരെ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്തെയാണ് കിടന്ന് ചാടുന്നത്. BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുവന്നുകൊണ്ട് കിടക്കുന്നത്. ഇത്രയും കൂടെ ക്രിസ്ത്യാനി അംഗീകരിച്ചൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിച്ചു പോലും ഇത്തരം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കണം. അതങ്ങനെ ഒരു ചെറ്റയാ. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽ പെടുന്ന ആളുകൾ ഈ ഈ ചെറ്റ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ കേട്ടിട്ട് നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവനിപ്പോൾ വല്ലാത്തൊരു വെപ്രാളത്തിലാണുള്ളത്. എന്താണ് വെപ്രാളം? വെപ്രാളം മറ്റൊന്നുമല്ല, പൂഞ്ഞാറിൽ നിന്ന് 8 നിലയിൽ പൊട്ടുമെന്നുള്ള വെപ്രാളം. അവനിക്ക് മാത്രമല്ല, തോൽവി അവൻ്റെ മകൻ ഷോണിനെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വെപ്രാളം. മനസ്സിലായില്ലേ? ഇപ്പൊ തെറി പറയാണ് പാവപ്പെട്ട ഈ പിതാക്കന്മാർ. ഇപ്പൊ എന്തിനാണല്ലേ ഒരു ക്രൈസ്തവ സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന അതിൻ്റെ ആ മതത്തിൻ്റെ ആദരണീയരായിട്ടുള്ള വളരെ ബഹുമാനീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരെയൊക്കെ ഒന്നടങ്കം ഇങ്ങനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ BJPയെ അവരടുപ്പിക്കുന്നില്ലെങ്കിൽ, സംഘപരിവാറിന് അവർ സ്പേസ് കൊടുക്കുന്നില്ലെങ്കിൽ അതിനിങ്ങനെ ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല. അതിന് സംഘപരിവാർ ഇത്രയും കാലം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് സംഘപരിവാറിന് സ്പേസ് കിട്ടാത്തതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന പാവങ്ങളായിട്ടുള്ള പിതാക്കന്മാർ ഒരു സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകളെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ തെറി വിളിച്ചത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 15 അല്ലെങ്കിൽ ഒരു 10 വർഷം നിങ്ങൾ എടുത്തോ. ഇനി 2015 മുതലുള്ള എടുത്താൽ മതി. 2015 ഇങ്ങോട്ടുള്ളതും 2015 മുമ്പുള്ളതുമായ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണങ്ങളൊന്നും നിങ്ങൾ എടുത്തു നോക്ക്. സംഘപരിവാർ സംഘടനകൾ, ബജ്റംഗദൾ, VHP എന്ന് പോലെയുള്ള സംഘപരിവാർ RSSൻ്റെ സംഘപരിവാർ സംഘടനകൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾ എത്രമാത്രമാണ്. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു പേഴ്സണൽ വിരോധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു നാട്ടിലെ പ്രശ്നത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുടെ പേരിലോ ഒന്നും ഉണ്ടായ ആക്രമണങ്ങളല്ല. വസ്ത്രത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലേ? നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ഛത്തീസ്ഗഡിൽ നമ്മളെ മലയാളികളായിട്ടുള്ള ശിരോവസ്ത്രം അണിഞ്ഞ 2 സഹോദരിമാർ നേരിട്ട അക്രമം എന്തൊക്കെയാ? എന്തുകൊണ്ട് അവരത് നേരിട്ടു? അവരെവിടെയെങ്കിലും കൊലപാതകം ചെയ്തോ? ആരെങ്കിലും പിടിച്ചു പറിച്ചോ? വല്ല മോഷണവും നടത്തിയോ? ആരെങ്കിലും ആക്രമിച്ചോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ 2 കന്യാസ്ത്രീകൾ ചെയ്തത് എന്താ? അവർ ശിരോവസ്ത്രം അണിഞ്ഞു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അവര് കുരിശുമാല ഇട്ടു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അവര് തിരുവസ്ത്രം അണിഞ്ഞു, അവര് ബൈബിള് കയ്യിലേന്തി എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് അല്ലേ? ഇനി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വെരി റീസെൻ്റ്ലി രാജ്യത്ത് എത്രയധികം ദേവാലയങ്ങളാണ് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ദേവാലയങ്ങൾക്ക് അകത്ത് കയറിയിട്ട് ജയ് ശ്രീരാം വിളികൾ മുഴക്കിയ എത്ര ദേവാലയങ്ങളാണ് രാജ്യത്തുള്ളത് അല്ലേ? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന PC എന്ന് പറയുന്നവൻ ഒരു പരമചെറ്റയാ. പരമചെറ്റ എന്ന് പറഞ്ഞാൽ ഇവനൊരു പിമ്പാണ്. ആരെയും ചൂണ്ടിക്കാണിച്ച് കടുത്താൽ നീ പോയി പണിയിട്ട് പൊക്കോടാ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു ചെറ്റയാ. പൂഞ്ഞാർ ചെറ്റ, അതാണ് PC, പൂഞ്ഞാറിലെ ചെറ്റ. ഇവൻ്റെ പ്രശ്നം എന്താണിപ്പോൾ? ഇവൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല. ഇവൻ്റെ പ്രശ്നം ഇപ്പോൾ FCRA എന്ന് പറയുന്ന ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരിക പാർലമെൻറ്റിൽ. ഇന്നാണ് ആ ബില്ല് അവതരിപ്പിക്കേണ്ടിയിരുന്നത്. ആ ബില്ല് ഇന്ന് പ്രതിപക്ഷ ബഹളമൊക്കെ ഉണ്ടായിട്ടും അവതരിപ്പിച്ചില്ല. അതങ്ങനെയല്ല.
അത് പ്രതിപക്ഷ ബഹളം ഉണ്ടായത് കൊണ്ട് അവതരിപ്പിക്കാതിരുന്നതല്ല, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പുണ്ടായിരുന്നു, അതൊരു കാരണമാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ 9-ാം തീയതി കേരളത്തിൽ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത് അവതരിപ്പിക്കാതിരുന്നത്. മനസ്സിലായില്ലേ? ഇനി അത് വിചാരിച്ചിട്ട് ഇത് അവതരിപ്പിക്കാതിരിക്കോ, ബില്ല് പാസ്സാക്കാതിരിക്കോ? ഇല്ല. ഇത് ഈ ഏപ്രിൽ 9 കഴിഞ്ഞാൽ അടുത്ത വെരി നെക്സ്റ്റ് മൂമെൻറ്റിൽ ഇത് പാർലമെൻറ്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്താണ് ആ ബില്ല്? എന്താണ് ആ ബില്ല്? വിദേശ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ, പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഈ വിധത്തിലുള്ള പല സ്ഥാപനങ്ങളും പല സ്വത്തുകളും പല ബിൽഡിങ്ങുകളും പലതും കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ ഒരു ചോദ്യമില്ല, ഒരു പറച്ചിലുമില്ല. ഡയറക്റ്റിങ് ഏറ്റെടുക്കാനുള്ള ഒരു ബില്ലാണത്. എന്നിട്ട് അത് അവർക്ക് വേണമെങ്കിൽ ആർക്ക് തോന്നുന്നവർക്കൊക്കെ മറിച്ച് വെക്കുകയും ചെയ്യാം. ഇതാണ് ബില്ല്. അപ്പോൾ ഈ ബില്ല് ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് PC ജോർജ് എന്ന് പറയുന്ന പരമ ചെറ്റക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. അവനിക്കത് നന്നായിട്ട് അറിയാമെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു ബില്ല് BJP അവരത് അത്ര അങ്ങോട്ട് ഓർത്തില്ല. കേരളത്തിൽ ഇലക്ഷൻ വരാനിരിക്കുകയാണ്, ഇതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയത്. പക്ഷേ ഇങ്ങനെ ഒരു ബില്ലുമായിട്ട് BJP ഇങ്ങനെ ഒരു അവസരത്തിൽ വരുമെന്നുള്ളത് PC ഒരിക്കലും കരുതിയതല്ല. PC എങ്ങനെയെങ്കിലും നിയമസഭത്തേക്ക് വിജയിച്ച് കയറണമെന്ന് കരുതിയിട്ടാണ് ഈ അംഗത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലം PC ഈ BJPയുമായി ചേർന്നതിന് ശേഷം നിരന്തരമായിട്ട് വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുകയായിരുന്നു മുസ്ലിം സമുദായത്തിനെതിരെ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേ ദിവസമാണ് വലിയ മാപ്പ് പറച്ചിലും ഏറ്റുപറച്ചിലും ഒക്കെ ഉണ്ടായത്. PC കരുതി മാപ്പ് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിലെ ഈരാറ്റുപേട്ടയിലെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റാത്ത ആളുകളാണ്. മാത്രമല്ല PCക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. PC കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി UDFിൻ്റെ ഭാഗമായി നിലകൊണ്ട സമയത്ത് പൂഞ്ഞാറിൽ നിന്നൊക്കെ PC വിജയിച്ച് കയറിയത് അത്രയും ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കൊണ്ടാണെന്നുള്ള ബോധ്യം PCക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാപ്പ് പറച്ചിലൊക്കെ നടത്തിയത്. അപ്പോൾ അതൊരു വിധത്തിൽ PC കരുതുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. PC കരുതിയത് അതൊരു വിധത്തിൽ സോൾവ് ആയി. അതാണല്ലോ ഒരു മാധ്യമപ്രവർത്തകന് അതും ചോദിച്ചു പോയപ്പോൾ നീ ഇത് വീണ്ടും കുത്തിപ്പൊക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ആ മാധ്യമപ്രവർത്തകൻ്റെ നെഞ്ചത്തേക്ക് കയറിയത്. അപ്പം അത് കഴിഞ്ഞ് ഒരു സമാധാനത്തിൽ PC ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് FCRA വരുന്നത്. FCRA വന്നാൽ എന്താ കുഴപ്പം? FCRA വന്നാൽ ഈ പറയുന്ന ക്രൈസ്തവ സഭകൾ അതിന് നോ എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എന്താ? ഈ FCRA ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവ സഭകളെയാണ്, അവരുടെ സ്ഥാപനങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PCക്ക് നല്ല ബോധ്യമുണ്ട്, ഇനി നാക്കിക്കൊടുത്താലും താന് കേരളത്തിൻ്റെ നിയമസഭയുടെ പടിവാതിൽ കാണില്ല എന്നുള്ളത് PC ജോർജിന് ഉറപ്പാണ്. PCനൊന്നും ജോർജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജോർജ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ആളുകളുടെ പേരാ. ഈ ചെറ്റയെ ജോർജ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോൾ ക്രൈസ്തവർക്ക് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമുണ്ടോ? ജോർജ് എന്ന് പറഞ്ഞാൽ ആരുടെ പേരാ? അപ്പോൾ ഈ ചെറ്റക്കാരാ ജോർജ് എന്ന് വെച്ചവനെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ. ഇവൻ്റെയൊക്കെ DNA ഇപ്പം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇവന് ആകെ അവശതയിലാണ്. മനസ്സിലായില്ലേ? അപ്പനും മകനും കൂടി അങ്ങ് ജയിച്ച് നിയമസഭയിലെത്താമെന്നാണ് കരുതിയത്. കേരളമല്ല മക്കളെ, ജനത. ഈ ജനത എന്ന് പറഞ്ഞാൽ ഒരു വേറെ തന്നെ ലെവലല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മലയാളി ലോകത്തിൻ്റെ എവിടെയുണ്ടെങ്കിലും അവനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്തുകൊണ്ടാ? അവൻ മലയാളി ആയതുകൊണ്ടാ. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ കീപ്പ് ചെയ്തില്ലേ. ഇമാതിരി ചെറ്റകളെ അവൻ വിജയിപ്പിച്ചു വിടുവോ? അത് ഇവനാണെങ്കിലും ശരി, ഇവൻ്റെ മകനാണെങ്കിലും ശരി. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പറയുന്നത് എന്താ? ഞാനും ക്രിസ്ത്യാനിയാണ് എന്നാ. ഏത് വകുപ്പിൽ ഇവനൊക്കെ ക്രിസ്ത്യാനി? എന്താണ് ക്രിസ്ത്യാനിറ്റി? ഏത് വകുപ്പിൽ ഇവൻ ക്രിസ്ത്യാനിറ്റി ആകും? പേരുകൊണ്ടോ? പേരുകൊണ്ട് ആരെങ്കിലും ക്രിസ്ത്യാനി ആവോ? പേരുകൊണ്ടാരും ക്രിസ്ത്യാനി ആവില്ല. ഇവൻ ഏത് വകുപ്പിലാണ് ഇവൻ ക്രിസ്ത്യാനി ആവുന്നത്? ഇവനൊന്നും ക്രിസ്ത്യാനി എന്നല്ല. ഇവൻ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടില്ലേ നിങ്ങൾ? പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ആ യൂദാസിനെ വെല്ലുന്ന ചെറ്റയാണ് ഈ പറയുന്ന PC എന്ന് പറയുന്നവൻ, പൂഞ്ഞാർ ചെറ്റ. മനസ്സിലായില്ലേ? ഇവൻ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ നിങ്ങളെ ഒറ്റുകൊടുക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് വരെ ഈ ചെറ്റ മാന്തിയെടുക്കും. ഇവൻ്റെ ഒരു നേച്ചർ എന്താണെന്നറിയാമോ? ഇവൻ കാണുന്നവരെയൊക്കെ അപ്പ എന്നാ വിളിക്കുന്നത്. എന്താ കാര്യം? ഇവൻ്റെ കാര്യം നടന്നാൽ മതി. ഇവനിക്ക് മണിയാണ് പ്രശ്നം, പണമാണ് പ്രശ്നം. അതിനു വേണ്ടി ഇവൻ എന്ത് തെണ്ടിത്തരവും ചെയ്യും. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനികളായിട്ടുള്ള പിതാക്കന്മാരെ ഒരു കാരണവും ഇല്ലാതെ വെറുതെ അങ്ങനെ തെറി പറയുക. മനസ്സിലായില്ലേ? ഇവനെയൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ചങ്ങലക്കിട്ടിട്ട് വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടുവന്ന് ചെന്നാക്കണം. ചങ്ങലക്കിട്ട് പൂട്ടണം. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റരുത്. അതാണ് ഇവനെ ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരം എന്താ പറയണ്ടേ, ദുഷിച്ച ചീഞ്ഞളിഞ്ഞ വിഷമനസ്സുമായി നടക്കുന്നവനൊന്നും സമൂഹത്തിൽ ജീവിക്കേണ്ടവനല്ല. അത്തരം ആളുകൾ സമൂഹത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്കറിയില്ലേ, ഇപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു പഴം എടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു പഴം, ഒരു സീസൺ ആണല്ലോ, ഒരു മാമ്പഴം എടുക്കുക. നമ്മൾ ഒരു മാമ്പഴം, ആ മാമ്പഴത്തിൽ ഒരു പുഴുക്കുത്തുണ്ടായി. ഉടനടി നമ്മൾ ആ മാമ്പഴം കട്ട് ചെയ്താൽ ആ പുഴുക്കുത്തുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നമുക്കത് ഭക്ഷിക്കാൻ പറ്റും, അല്ലേ? ഇനി ആ പുഴുക്കുത്ത് നമ്മൾ കണ്ടിട്ട് അതവിടെ ഇരിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് കരുതിയാൽ 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഭക്ഷിക്കാനൊന്നും ഉണ്ടാവില്ല, എല്ലാം പുഴു ഭക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഈ വിഷജന്തുവിനെയൊക്കെ സമൂഹത്തിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? സമൂഹം ഒന്നടങ്കം നാശത്തിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവനെയൊക്കെ എന്ത് ചെയ്യണം? ചങ്ങലക്കിട്ടിട്ട് ഇവനെയൊക്കെ ഈ പറയുന്ന വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടുപോയി ലോക്ക് ചെയ്തു വെക്കണം. പുറത്തിറങ്ങാൻ പറ്റരുത്. ചികിത്സയൊന്നും വേണ്ട, അവിടെ കിടന്ന് നരകിച്ച് ചാവണം, പുഴുവരിച്ച് ചാവണം. അതാണ് വേണ്ടത്. ചികിത്സയൊന്നും, ഇതിന് ചികിത്സകളില്ല. അങ്ങനെയുണ്ടല്ലോ ചില രോഗങ്ങൾ, ചില സ്റ്റേജുകൾ കടന്നു കഴിഞ്ഞാൽ മരുന്നുകൾക്ക്, മെഡിസിനുകൾക്ക് പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് പോകുന്നിടത്തോളം പോകട്ടെ എന്ന് കരുതുക, അത്രയേ ഉള്ളൂ, അല്ലേ? അങ്ങനെയുണ്ടല്ലോ നമ്മളെ പിടിപെടുന്ന ചില രോഗങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ചികിത്സകൾ ഉണ്ടാവില്ല. അതുപോലെ ഇവനെ പിടിപെട്ടിരിക്കുന്ന ഈ രോഗം, ഇവൻ്റെ ശരീരത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ വിഷം, ആ വിഷത്തിന് മറുമരുന്നുകളില്ല. ഇനി ഒറ്റ മരുന്നേ ഉള്ളൂ, എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിടുക, ചങ്ങലക്കിടുക, നരകിച്ച് പുഴുവരിച്ചങ്ങനെ ചാപണം. അതാണ് ഇവൻ്റെയൊക്കെ മറുമരുന്ന് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരോടാണ്. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു ജാഗ്രത കുറവുണ്ടായാൽ ഇവനെ പോലെയുള്ളവർ നിങ്ങളുടെ അടിവേരറുക്കം മറുക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഈ FCRA എന്ന് പറയുന്ന ഈ ഭേദഗതി ബില്ല്, ഇത് വലിയ അപകടമാണ്. അപകടം എന്ന് പറഞ്ഞാൽ നമ്മളിത് കരുതും പോലെയൊന്നുമല്ല. ഇതൊക്കെ മാക്സിമം ഇവിടുത്തെ മൈനോറിറ്റിയെ, നിങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം അസമിലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നറിയില്ല. ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, അതാണ് ഇവരുടെ ഒരു ലൈന് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അസമിലെ മുഖ്യമന്ത്രി പറഞ്ഞത്, മുസ്ലിം ആളുകൾ അവരുടെ ഓട്ടോറിക്ഷയിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്താൽ അവർക്ക് പണം കൊടുക്കരുത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? മാക്സിമം അവനെ ദ്രോഹിച്ച് അവനിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് അസമിലെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ പരമാധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇതാണ് ലൈന്. മാക്സിമം ദ്രോഹിക്കുക, മാക്സിമം ദ്രോഹിച്ച് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ ജീവിക്കാൻ അനുവദിക്കാതെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കുക ജീവിക്കാനുള്ള.
അങ്ങനെയുണ്ടല്ലോ, പൊറുതിമുട്ടി ഗത്യന്തരമില്ലാതെ നമ്മൾ പല ആളുകളും നാട് വിടുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ഈ രാജ്യത്ത് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് താമസിക്കാനും ജീവിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കുക. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ FCRA ബില്ല് കൊണ്ട് എന്താ ലക്ഷ്യം വെക്കുന്നത്? കാരണം ഇപ്പം ക്രൈസ്തവ സമൂഹത്തിൽ സഭകൾ നടത്തുന്ന ആതുരാലയങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ആ സമുദായത്തെ പിടിച്ചു നിർത്താൻ, ചേർത്ത് പിടിക്കാൻ, അവർക്ക് തണലാകാൻ വേണ്ടി നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അങ്ങനെ വേണ്ട എന്നൊന്നും വേണ്ട എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ. എന്തിനാ? ആ സമുദായത്തെ ചേർത്ത് നിർത്താൻ അല്ലേ? ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ലഭിക്കാൻ, അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഇവർക്ക് തോന്നും വിധം അങ്ങ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ടായാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കാൻ പോകുന്നത് അതിലൂടെ ആ സമുദായത്തിൻ്റെ അടിവേരറുക്കുക എന്നുള്ളതാ. വിദ്യാഭ്യാസം മുടങ്ങും, ചികിത്സകൾ മുടങ്ങും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുടങ്ങും, എല്ലാ രീതിയിലും ദുരിതത്തിലേക്ക് പോകും. അപ്പം ഇതിൽ 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ദ്രോഹിക്കുക, മാക്സിമം ഒരാളെ ദ്രോഹിക്കുക എന്ന് പറയുന്ന ഒരു എയിം. മറ്റൊന്നെന്ന് പറയുന്നത് ഇതിനെ അങ്ങനെ മുന്നിൽ വെച്ച് മാക്സിമം ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് അതിലൂടെ ബാക്കിയുള്ളവരെ അടിമകളാക്കി മാറ്റുക. മനസ്സിലായില്ലേ? ഭീഷണി, ഭയപ്പെടുത്തിയിട്ട് അടിമകളാക്കുക, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അപ്പം ഞാൻ പറയുന്നത്, സംഘപരിവാറിനേക്കാളുമൊക്കെ ക്രൈസ്തവ സമൂഹം സൂക്ഷിക്കേണ്ടത് കൂട്ടത്തിലുള്ള ഇത്തരം ഒറ്റുകാരെ, ഞാനും ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചെറ്റകളെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൂട്ടത്തിൽ നിന്ന് പണിയെടുത്താൽ നമുക്ക് ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയാൻ വൈകിപ്പോകുമെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവനെ പോലെയുള്ള ചെറ്റകളൊന്നും കേരളത്തിൻ്റെ നിയമസഭയിലേക്കല്ല എത്തേണ്ടത്, മറിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചങ്ങലക്കിട്ട് പൂട്ടേണ്ട വ്യക്തികളായി ഇവനൊക്കെ നരകിച്ച് പുഴുവരിച്ച് ചാവേണ്ടവരാ. സമൂഹത്തിൽ യാതൊരുവിധ മാന്യതകളും അർഹതപ്പെട്ടവരല്ലാത്ത ആളുകളാ ഈ പറയുന്ന പൂഞ്ഞാർ ചെറ്റയും അവൻ്റെ ജാരസന്തതിയും എന്ന് പറയുന്നത്.